ആര്യൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതിനു ശേഷം അനന്യയ്ക്ക് കുറച്ചു നിമിഷം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നിന്നെ മറ്റാരുടെയെങ്കിലും കൂടെ കാണുമ്പോൾ എനിക്കിഷ്ടാകുന്നില്ല. ആ ശബ്ദത്തിലെ സത്യസന്ധത അവളുടെ ഹൃദയത്തെ നേരെ തൊട്ടിരുന്നു. കാറ്റ് പതുക്കെ വീശിക്കൊണ്ടിരുന്നു. റിസോർട്ടിന്റെ പിന്നിലെ ആ ചെറിയ വഴിയിൽ അവർ രണ്ടുപേരും മാത്രം. അനന്യ പതുക്കെ കണ്ണുയർത്തി ആര്യനെ ഒന്ന് നോക്കി. ആര്യന്റെ മുഖത്ത് ആദ്യമായി അവൾ ഒരു അസ്വസ്ഥത കണ്ടു. സാധാരണ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ആളാണ്. ഇപ്പോൾ അവളുടെ മറുപടിക്കായി കാത്തു നിൽക്കുന്നത്. സാർ. അവളുടെ ശബ്ദം ചെറുതായൊന്ന് വിറച്ചു. എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല അനന്യ. ആര്യൻ പതുക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചാണ്. അനന്യയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ആര്യൻ അവളുടെ അടുത്തേക്ക് ഒരു ചുവടുകൂടെ വെച്ചു. നീ ചിരിക്കുമ്പോൾ എനിക്കും സന്തോഷം തോന്നുന്നു. നീ കരയുമ്പോൾ എന്തോ ഉള്ളിലൊരു വേദന. അവൻ കുറച്ചു നിമിഷം നിർത്തി. ഇത് എന്താണെന്ന് ഞാൻ പല ദിവസമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ നേരെ അവളുടെ കണ്ണുകളിലേക്ക് പതിഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി. അനന്യയുടെ ശ്വാസം പോലും പിടിച്ചു നിന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അനന്യ. ആ നിമിഷം അവളുടെ ലോകം നിശ്ചലമായതുപോലെ തോന്നി. അവൾ ഇത്രയും നാളായി മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന വാക്കുകൾ ഇപ്പോൾ അവന്റെ വായിൽ നിന്ന് കേൾക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ പതുക്കെ നിറഞ്ഞു. ആര്യൻ അത് കണ്ടു. നിനക്കിഷ്ടായില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? അവൾ ഉടൻ തലകുനിച്ചു. അല്ല പിന്നെ? അനന്യ ചെറിയൊരു ചിരിയോടെ കണ്ണുനീർ തുടച്ചു. എനിക്ക് സന്തോഷം കൊണ്ടാണ് കരയാൻ തോന്നുന്നേ. ആര്യന്റെ മുഖത്ത് ആദ്യമായി അവൾക്ക് വേണ്ടി മാത്രം വിരിഞ്ഞ ഒരു ചിരി തെളിഞ്ഞു. അന്ന് രാത്രി റിസോർട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഓരോരുത്തരും അവരവരുടെ മുറിയിലേക്ക് പോയി. പക്ഷേ അനന്യയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൾ രാത്രിയിൽ ആകാശം നോക്കുകയായിരുന്നു. അവളുടെ മനസ്സ് മുഴുവൻ ആര്യനായിരുന്നു. അപ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്താ, ഉറങ്ങുന്നില്ലേ? അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആര്യൻ. അവളുടെ ഹൃദയം വീണ്ടും വേഗത്തിൽ മിടിച്ചു. ഉറക്കം വന്നില്ല. ആര്യൻ പതുക്കെ അവൾ അടുത്തേക്ക് നടന്നു വന്നു. ഇപ്പോൾ അവർ തമ്മിൽ വളരെ അടുത്തായിരുന്നു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് നിൽക്കുകയായിരുന്നു. എന്നെ കാണുമ്പോൾ ഇപ്പോഴും പേടിയുണ്ടോ? അവൻ ചെറുതായി ചോദിച്ചു. അനന്യ അറിയാതൊന്ന് ചിരിച്ചു. കുറച്ച്. ഇപ്പോഴും? നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ പേടിയാകും. ആര്യൻ പതുക്കെ അവളുടെ മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. ആ സ്പർശനത്തിൽ അവളുടെ ശരീരം മുഴുവൻ വിറച്ചുപോയി.
നിനക്ക് മുന്നിൽ ഇനി ഞാൻ ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കാം. അവന്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. അനന്യയ്ക്ക് കണ്ണുയർത്തി അവനെ നോക്കാൻ പോലും നാണമായി. ആനൻ അവളുടെ മുഖം കൈകളിലെടുത്തു. എന്നെ നോക്ക്. അവൾ പതുക്കെ കണ്ണുയർത്തി. ആ നിമിഷം അവളുടെ ശ്വാസം പോലും തമ്മിൽ തട്ടുന്നത്ര അടുത്തായിരുന്നു അവർ രണ്ടുപേരും. ആര്യന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് സ്നേഹം മാത്രമായിരുന്നു. അവൻ വളരെ പതുക്കെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അനന്യയുടെ കണ്ണുകൾ സ്വയം അടഞ്ഞു. ആ സ്പർശനത്തിൽ അവളുടെ ഹൃദയം മുഴുവൻ നിറഞ്ഞു പോയതുപോലെ തോന്നി. ആര്യൻ അവളെ നോക്കി ചെറുതായൊന്ന് ചിരിച്ചു. ഇത്ര നാണാണോ നിനക്ക്? അവൾ മുഖം താഴ്ത്തി. നിങ്ങളെങ്ങനെ നോക്കുമ്പോൾ. എന്ത്? എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആര്യൻ ചെറുതായൊന്ന് ചിരിച്ചു. പിന്നീട് വളരെ പതുക്കെ അവളെ താടി ഉയർത്തി. അനന്യയുടെ ശ്വാസം വേഗത്തിലായി. അവന്റെ മുഖം പതുക്കെ അവളെ മുഖത്തോടടുത്തു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിൽ കുടുങ്ങി. അടുത്ത നിമിഷം ആര്യൻ വളരെ മൃദുവായി അവളുടെ അധരങ്ങൾ ചുംബിച്ചു. അനന്യയുടെ വിരലുകൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവളുടെ ഹൃദയം അതിവേഗത്തിൽ മിടുക്കുകയായിരുന്നു. ആ ചുംബനത്തിൽ ആവേശമോ വേഗമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ നിറഞ്ഞിരുന്നത് സ്നേഹവും കരുതലും മാത്രമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആര്യൻ പതുക്കെ മാറി. അനന്യയ്ക്ക് ഇപ്പോഴും അവനെ നോക്കാൻ നാണമായിരുന്നു. അവളുടെ കവളുകൾ ചുവന്നിരുന്നു. ആര്യൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഇപ്പോ മനസ്സിലായോ നീ എനിക്ക് എത്ര പ്രധാനപ്പെട്ടവളാണെന്ന്? അനന്യ പതുക്കെ അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. ആര്യൻ അവളെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവൾക്ക് ജീവിതത്തിൽ ആദ്യമായി പൂർണ്ണ സുരക്ഷിതത്വം തോന്നി. അവന്റെ ഹൃദയമിടിപ്പ് അവളുടെ ചെവിയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല. ആര്യൻ അവളുടെ മുടിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അനന്യ കണ്ണുകൾ അടച്ചു. എനിക്കും, അവൾ പതുക്കെ പറഞ്ഞു. ആ രാത്രി അവരുടെ പ്രണയം ഒടുവിൽ രണ്ട് ഹൃദയങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ സ്റ്റോറിയുടെ അടുത്ത പാർട്ട് നാളെ ഇടുന്നതായിരിക്കും. പിന്നെ ഇതുപോലുള്ള സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.